പക്ഷേ ഈ വിഷയത്തിൽ ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ ഭിന്നസ്വരമുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ അക്കാദമി അംഗം തന്നെ രംഗത്തിപ്പോൾ വരുന്നൊരു സാഹചര്യമുണ്ട്. ബംഗാളി നടിയുടെ ആരോപണം ഗൗരവമുള്ളതാണെന്നാണ് അക്കാദമി അംഗം എൻ അരുൺ പറഞ്ഞിരിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംവിധായകനല്ല രഞ്ജിത്ത്. വിഷയത്തിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്നും അരുൺ പറഞ്ഞു. അരുൺ പറഞ്ഞത് കൂടി നമുക്കൊന്ന് കേൾക്കാം. വേറെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അക്കാദമി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറെ അപമാനകരമായിട്ടുള്ള കാര്യം കൂടിയാണിത്. പരിചയസമ്പന്നനായിട്ടുള്ള ഡോക്യുമെന്ററി ചലച്ചിത്രകാരൻ ശ്രീ ജോഷി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാളുടെ ഒരു പരാമർശത്തെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല, അവിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നു. ഞാൻ ചലച്ചിത്ര അക്കാദമിയിലെ സഹപ്രവർത്തകരായിട്ട് കൂടി ആലോചിച്ച് മറ്റു വിശദാംശങ്ങൾ പറയാം. ഒരു സാമൂഹ്യ വിഷയങ്ങളിലോ അതല്ലെങ്കിൽ അത്രമാത്രം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്ന ഒരു സംവിധായകനായി ഒരിക്കലും രഞ്ജിത്തിനെ കണ്ടിട്ടില്ല. എന്തിനവരെ നമ്മുടെ അഭിപ്രായത്തേക്കാൾ കൂടുതൽ ഇതിൽ തീരുമാനമെടുക്കേണ്ട കേരളത്തിലെ ഗവൺമെന്റ് ഉൾപ്പെടെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തീരുമാനം എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുതരം അധോലോക സംഘങ്ങൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിനിമാ നയം വളരെ അത്യാവശ്യമാണ്. നമുക്കിപ്പം സൈഫുനീസ അലിയാർ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനീസ, ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ രഞ്ജിത്തിനെ ചൊല്ലി ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു. എൻ അരുൺ പറയുന്നതനുസരിച്ച് മന്ത്രി നടപടിയെടുക്കണം. പക്ഷേ റോഷിപാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മന്ത്രി നടപടിയെടുക്കാൻ പോകുന്നില്ല. ഈ നടി രേഖാമൂലം പരാതി നൽകിയാലേ നടപടി ഉണ്ടാവൂ എന്നാണ്. അപ്പോൾ ചലച്ചിത്ര അക്കാദമിയിലും പതിവ് പോലെ രഞ്ജിത്തിനെ ചൊല്ലി ഭിന്നത രൂക്ഷമാവുകയാണോ? സൈഫുനീസ അലിയാർ, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായും അരുൺകുമാർ, ചലച്ചിത്ര അക്കാദമിയിലും ഈ രഞ്ജിത്തിനെതിരായ ആരോപണം അംഗങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ചലച്ചിത്ര അക്കാദമി അംഗമായ എൻ അരുൺ നമ്മളോട് പറഞ്ഞത് അതിസങ്കീർണമായ ഒരു പ്രതികരണവും വിഷയവുമാണ് ഇതെന്നാണ്. അതായത് അക്കാദമി ചെയർമാനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്, ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അംഗങ്ങളുമായി കൂടി ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തേണ്ടതുണ്ട്. രാജിവെക്കേണ്ട സാഹചര്യമല്ലേ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ പോകുന്നത്, ധാർമ്മികമായി അതിൽ തുടരാനാകില്ലല്ലോ എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംവിധായകനൊന്നുമല്ല രഞ്ജിത്ത്, ആ രീതിയിൽ രഞ്ജിത്തിനെ കാണേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പ്രതികരണം നടത്തിയ ജോഷി ജോസഫ് എന്ന ഡോക്യുമെന്ററി സംവിധായകന്റെ വാക്കുകളെ അദ്ദേഹം വിശ്വസിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ഒട്ടും അവിശ്വസിക്കേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുന്നതെന്നാണ്. ഒപ്പം തന്നെ അധോലോക സംഘങ്ങൾ സിനിമയിൽ വ്യാപകമായിരിക്കുന്നു, അവർ സിനിമയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് മാത്രമായ ഒരു നയം രൂപീകരിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് രഞ്ജിത്തിന്റെ വിഷയത്തിൽ സാംസ്കാരിക മന്ത്രി തന്നെ ഇടപെടണം. ഇന്ന് തന്നെ ഈ ചലച്ചിത്ര അക്കാദമി അംഗങ്ങളുമായി കൂടി ആലോചിച്ച് ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് തന്നെയാണ് എൻ അരുൺ നമ്മളോട് പറഞ്ഞത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. സൈഫുനീസ അലിയാറാണ് നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം റോഷിപാലും. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു. എന്നാൽ മന്ത്രി ഇപ്പോഴും ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്.